ലഹരി മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ നടപടികൾ ഊർജിതമാക്കി പോലീസ്. തിരുവനന്തപുരത്ത് സ്കൂൾ പരിസരത്തുള്ള കടകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ലോട്ടറി തട്ടിപ്പിന്റെ മറവിലും വ്യാപക ലഹരി കച്ചവടം നടക്കുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ജൂൺ 1 തീയതി സ്കൂൾ ഓപ്പണിംഗ്, അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോട്ടിക് ഹണ്ട് പേരിൽ നഗരത്തിൽ പല പ്രദേശത്തും, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പലരും ഈ ചെറിയ തട്ടുകൾ വെച്ചിട്ട് ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ അവിടെ ജീവനക്കാരും ഉദ്യോഗസ്ഥരോട് ചേർന്ന് പല മേഖലയിലുള്ള ഇത്തരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലും സിറ്റിയിലുള്ള പല ഭാഗങ്ങളിലുള്ള ഇത്തരം തട്ടുകടകൾ മൊത്തം അനധികൃതമായി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഈ ലോട്ടറി എന്ന് പറഞ്ഞ് ലോട്ടറിയുടെ മറവിൽ പഴയ ലോട്ടറികൾ നിരത്തി വെക്കും. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ, ആ ബങ്കിനുള്ളിൽ മൊത്തം ഈ ഇത്തരം ലഹരി സാധനങ്ങളായിരിക്കുന്നു. അതിൻ്റെ കൂടുതൽ ഉപഭോക്താക്കൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, മറ്റ് കുട്ടികൾക്കുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ നിർദ്ദേശം കിട്ടി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പല റെയ്ഡും നടത്തി പിടിച്ചിട്ടുണ്ട്. ഇപ്പം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് പല ഭാഗങ്ങളിലും നടക്കുകയാണ്. അജ്മൽ ദിറാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അബ്ജൽ, അജ്മൽ പറയൂ, തൂഫാൻ ഇഫക്റ്റ് ചെയ്തു തുടങ്ങിയോ? 2026-2027 അധ്യയന വർഷത്തിലേക്ക് മണിമുഴങ്ങാൻ ഇനി ഒരു പകൽ ദൂരം മാത്രം ബാക്കി നിൽക്കെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന ലഹരി വിരുദ്ധ ഓപ്പറേഷനിലേക്ക് കേരള പോലീസ് കടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഈ പരിശോധന കോർപ്പറേഷനുമായി സഹകരിച്ചാണ് നടത്തുന്നത്. ആദ്യം മെഡിക്കൽ കോളേജ് പരിസരത്തെ ഈ പറയുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന തട്ടുകളിൽ നിന്നും തുടങ്ങുകയും പിന്നീട് അവിടെ നിന്നും ഈ കേശവദാസപുരത്തേക്കും പട്ടത്തേക്കും ഉള്ളൂരിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് നിരവധി കടകൾ ഇത്തരത്തിൽ പിടിച്ചെടുക്കുകയും അത്തരം തട്ടുകൾ അവിടെ നിന്ന് മാറ്റുകയും പിടിച്ചെടുത്ത ലഹരി പദാർത്ഥങ്ങൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തന്നെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മുൻകൈയെടുത്ത് ഇറങ്ങിയത് മെഡിക്കൽ കോളേജ് പോലീസാണ്. മെഡിക്കൽ കോളേജ് പോലീസിനോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഒപ്പമുണ്ട്. സ്ഥലത്തെ മേയർ അടക്കം ഈ പറയുന്ന നടപടികളുടെ വിലയിരുത്തലുകളും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. സ്കൂൾ പരിസരങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ മാനസിക ശാരീരിക നിലകളെ ബാധിക്കുന്ന രീതിയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതിനിടെ ഇതിലേക്ക് സർക്കാർ ഗൗരവപൂർവ്വം കടക്കുകയും കുട്ടികളുടെയും സ്ത്രീകൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളെയും ഇത്തരം ലഹരി വിൽപ്പനയും ഒരു തരത്തിലും സർക്കാരുമായി സന്ധി ചെയ്യില്ല എന്നുമുള്ള പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം, അതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഈ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന് പറയുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് സംസ്ഥാന മുഖ്യമന്ത്രി കോട്ടൺ ഹിൽ സ്കൂളിൽ നടത്താനിരിക്കെയാണ് അതിന്റെ പ്രാഥമിക നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഏതായാലും മെഡിക്കൽ കോളേജ് പോലീസും അതോടൊപ്പം തന്നെ നഗരസഭാ ജീവനക്കാരും നടത്തിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ കാലാവധി കഴിഞ്ഞ ലോട്ടറി ടിക്കറ്റുകൾ വ്യാപകമായി നിരത്തിവെച്ചിട്ട് ആ തട്ടുകൾക്കുള്ളിലാണ് കൂടുതലും ലഹരി പദാർത്ഥങ്ങൾ വെക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിലേക്കും നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകി. എന്തായാലും തൂഫാൻ നടപടി ആരംഭിച്ചു. ലഹരി മുക്തമായ ഒരു കേരളം ഉണ്ടാക്കാൻ, ലഹരിയല്ല, ഒരു പ്രത്യേകിച്ചും ഡ്രഗ്സ് ഈ കലാലയങ്ങൾക്ക് അടുത്തൊക്കെ വിൽപ്പന നടത്തുന്നതിനെതിരെയുള്ള കർക്കശമായ നീക്കം ആഭ്യന്തരവും മറ്റുള്ള എക്സൈസ് സംവിധാനങ്ങളും തുടങ്ങിയെന്നറിയുമ്പോൾ നമുക്കും സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.